ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ് സഹാറ മരുഭൂമി എന്ന് നമുക്കറിയാം. സഹാറ മരുഭൂമിയിൽ 3 തവണയോളം നമ്മുടെ ഇന്ത്യയെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നതാണ് സത്യം. അപ്പോൾ തന്നെ ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതായത് 92 ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സാണ് സഹാറ മരുഭൂമിയുടെ വലിപ്പം എന്ന് പറയുന്നത്. അത്തരത്തിൽ ചൂടുകൊണ്ടും കണ്ണെത്താ ദൂരത്തോളം മണൽ കൊണ്ടും പരന്നു കിടക്കുന്ന സഹാറ മരുഭൂമിയിലേക്ക് 55 ബില്യൺ ടണ്ണിലധികം വെള്ളം ഒഴുക്കിവിട്ടാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ വലിയ മണ്ടത്തരമായി ആദ്യം നമുക്ക് തോന്നുമെങ്കിലും ഇത് ഈജിപ്ഷ്യൻ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ നടത്തിയ ഒരു പരീക്ഷണമാണ്. ഇതിനായി 55 ബില്യൺ ടണ്ണോളം ശുദ്ധജലമാണ് മരുഭൂമിയിലേക്ക് അവർ ഒഴുക്കിവിട്ടത്. എന്നാൽ ഇത്രയും വെള്ളം വരണ്ട മരുഭൂമിയിലേക്ക് എത്തിയപ്പോൾ ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ മാറ്റങ്ങളാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. ലോകരാജ്യങ്ങളെപ്പോലും ഞെട്ടിച്ച ഈജിപ്ഷ്യൻ ഗവൺമെൻറ് നടത്തിയ ഒരു വിചിത്രമായ പരീക്ഷണ പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം ഈജിപ്ത് ഇങ്ങനെയൊരു വലിയ റിസ്ക് എടുത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈജിപ്തിൻ്റെ ഭൂമിശാസ്ത്രവും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുമാണ് അതിൻ്റെ ഉത്തരം. ഈജിപ്തിലെ 95% ജനങ്ങളും രാജ്യത്തിൻ്റെ 5% സ്ഥലത്ത്, അതായത് നൈൽ നദിയുടെ ഇരുകരകളിലുമായിട്ടാണ് ജീവിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ നദി ഈജിപ്തിൻ്റെ ജീവൻ്റെ ഉറവിടമാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യക്ക് ഭക്ഷണം നൽകാനും പുതിയ താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കാനും ഈ അതിർത്തി ഭേദിക്കേണ്ടത് ഈജിപ്തിന് ആവശ്യമായിരുന്നു. അതിനാൽ തന്നെ ഈജിപ്തിന് കൂടുതൽ ഭൂമി ആവശ്യവുമായിരുന്നു. അതാകട്ടെ കൃഷി ചെയ്യാനും പുതിയ നഗരങ്ങൾ നിർമ്മിക്കാനും കഴിയുന്ന ഭൂമി കൂടിയാകണമായിരുന്നു. സത്യത്തിൽ ഈജിപ്തിന് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഭൂരിഭാഗവും സഹാറ മരുഭൂമിയിലെ തരിശുഭൂമികളായിരുന്നു. അങ്ങനെ 1990കളിൽ ഈജിപ്ഷ്യൻ ഗവൺമെൻറ് പുതിയൊരു പദ്ധതിയുമായി മുന്നോട്ട് വരികയായിരുന്നു. തരിശായി കിടക്കുന്ന സഹാറ മരുഭൂമിക്ക് പച്ചപ്പ് നൽകുക എന്നതായിരുന്നു ആ പദ്ധതി. ഈ പദ്ധതിക്ക് അവർ ന്യൂ വാലി പ്രൊജക്ട് അഥവാ ടോഷ്ക പ്രൊജക്ട് എന്നും പേരിട്ടു. പദ്ധതിയുടെ തുടക്കത്തിൽ 5,88,000 ഏക്കർ മരുഭൂമിയാണ് ഈ പ്രൊജക്റ്റിനായി ഗവൺമെൻറ് തിരഞ്ഞെടുത്തത്. ഈജിപ്തിലെ അബു സിംബൽ എന്ന പ്രദേശത്ത് നിന്നും 90 കിലോമീറ്റർ അകലെയായിട്ടായിരുന്നു ഈ 5,88,000 ഏക്കർ പ്രദേശം ഉണ്ടായിരുന്നത്. അവരുടെ പദ്ധതി ഇങ്ങനെയായിരുന്നു. അതായത് നൈൽ നദിയിലെ അധിക വെള്ളം മരുഭൂമിയിലേക്ക് എത്തിച്ച് ദശലക്ഷക്കണക്കിന് ഏക്കർ മരുഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുക എന്നതായിരുന്നു പദ്ധതി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്നത്. അതായത് നൈൽ നദിയിലെ വെള്ളം എങ്ങനെ മരുഭൂമിയിലേക്ക് എത്തിക്കുമെന്നത്. ഇവിടെയാണ് എഞ്ചിനീയറിംഗിൻ്റെ യഥാർത്ഥ മാന്ത്രികത ആരംഭിക്കുന്നത്. ഈജിപ്തിലെ അസ്വാൻ ഹൈ ഡാമിന് പിന്നിൽ നാസർ തടാകം എന്നു പേരുള്ള ഒരു വലിയ മനുഷ്യനിർമ്മിത തടാകമുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃത്രിമ തടാകങ്ങളിൽ ഒന്നാണ്. ഈ തടാകത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മരുഭൂമിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പദ്ധതി. ഇതിനായി മുബാറക് പമ്പിംഗ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ പമ്പിംഗ് സ്റ്റേഷൻ ഈജിപ്ഷ്യൻ ഗവൺമെൻറ് നിർമ്മിച്ചു. ഇതൊരു സാധാരണ പമ്പിംഗ് സ്റ്റേഷൻ ആയിരുന്നില്ല. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പമ്പിംഗ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു. ഇത് പറയാൻ കാരണം ഇതിൽ സ്ഥാപിച്ചിട്ടുള്ള 24 വലിയ പമ്പുകൾക്ക് പ്രതിദിനം കോടിക്കണക്കിന് ഘനമീറ്റർ വെള്ളം 500 മീറ്ററിലധികം ഉയരത്തിൽ ഉയർത്തി ഒരു പുതിയ കനാലിലേക്ക് ഒഴുക്കാൻ കഴിയും. കൃത്യമായി പറഞ്ഞാൽ മണിക്കൂറിൽ 1.2 മില്യൺ ക്യൂബിക് മീറ്റേഴ്സാണ് ഈ പമ്പിംഗ് സ്റ്റേഷൻ്റെ ഡിസ്ചാർജ് കപ്പാസിറ്റി. വെള്ളം ഒഴുക്കിവിടുന്ന ഈ കനാൽ ഷെയ്ഖ് സായദ് കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. സത്യത്തിൽ നാസർ തടാകത്തിലെ വെള്ളം 100 കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് മരുഭൂമിയിലെത്തിക്കുന്ന ഒരു ജീവരേഖയാണിത്. അങ്ങനെ മുബാറക് പമ്പിംഗ് സ്റ്റേഷൻ നാസർ തടാകത്തിൽ നിന്ന് പൂർണ്ണ ശക്തിയോടെ വെള്ളം വലിച്ചെടുത്ത് ഷെയ്ഖ് സായദ് കനാലിലേക്ക് ഒഴുക്കാൻ തുടങ്ങി. എല്ലാം പ്ലാൻ അനുസരിച്ച് തന്നെ ആയിരുന്നു നടന്നിരുന്നത്. പക്ഷേ അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് 2000-ഓടെ നാസർ തടാകത്തിലെ ജലനിരപ്പ് ഒരുപാട് ഉയർന്നപ്പോൾ അധിക വെള്ളം ഈ സിസ്റ്റത്തിലൂടെ മരുഭൂമിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുക്കിവിട്ടിരുന്നു. ക്രമേണ ഈ വെള്ളം അവിടെ ശേഖരിക്കാൻ തുടങ്ങി. തുടർന്ന് ഉപഗ്രഹങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ചിത്രങ്ങൾ എടുത്തപ്പോൾ ലോകം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുകയായിരുന്നു. അതായത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ മൈലുകളോളം മണൽ മാത്രമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വലിയ തടാകങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അവയ്ക്ക് ടോഷ്ക തടാകങ്ങൾ എന്നും പേരിട്ടു. പദ്ധതിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സഹാറ മരുഭൂമിയിൽ പുതിയ തടാകങ്ങൾ രൂപപ്പെട്ടത്. ഇതായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ അപ്രതീക്ഷിത ഫലം.
തുടർന്ന് ഈ തടാകങ്ങൾ അവിടുത്തെ പ്രാദേശിക ആവാസ വ്യവസ്ഥയെ മാറ്റാൻ തുടങ്ങി. പതിയെ അവിടേക്ക് പക്ഷികൾ വരാൻ തുടങ്ങി. തടാകങ്ങളിൽ മത്സ്യങ്ങൾ പെരുകാൻ തുടങ്ങി. തരിശുഭൂമിയായി കിടന്ന പ്രദേശം അപ്പോഴേക്കും ജീവസുറ്റതായി തുടങ്ങിയിരുന്നു. എന്നാൽ ഭൂരിഭാഗം വലിയ പദ്ധതികൾ പോലെയും ടോഷ്ക പ്രൊജക്റ്റിനും വലിയൊരു തിരിച്ചടി സംഭവിക്കുകയായിരുന്നു. സത്യത്തിൽ പ്രൊജക്റ്റിന്റെ തുടക്കത്തിലെ ആവേശം ക്രമേണ മങ്ങാൻ തുടങ്ങി. ഇതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് പണമായിരുന്നു. സത്യത്തിൽ ഈ പദ്ധതി വളരെ ചിലവേറിയതായിരുന്നു. അതിൻ്റെ മെയിൻ്റനൻസും നടത്തിപ്പും വളരെ ചിലവേറിയതായിരുന്നു. ഗവൺമെൻറ് പ്രതീക്ഷിച്ച പോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ പദ്ധതിക്ക് ലഭിച്ചിരുന്നില്ല. രണ്ടാമത്തേത് സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു. മരുഭൂമിയിലെ ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുക എന്നത് ചിന്തിക്കാൻ എളുപ്പമാണ്, പക്ഷേ ചെയ്യാൻ എളുപ്പമല്ല. ഇവിടെയുള്ള മണ്ണിലെ ഉപ്പിൻ്റെ അളവ് അഥവാ സലൈനിറ്റി വളരെ കൂടുതലായിരുന്നു. ഇത് സാധാരണ വിളകൾക്ക് വളരാൻ ഒരു വെല്ലുവിളിയായിരുന്നു. കൂടാതെ ശക്തമായ മരുഭൂമിയിലെ സൂര്യപ്രകാശത്തിൽ വെള്ളം വളരെ വേഗം ബാഷ്പീകരിച്ച് പോകുമായിരുന്നു. അതായത് വെള്ളം പാഴായിക്കൊണ്ടേയിരുന്നു. മൂന്നാമതായി 2011 ഈജിപ്തിൽ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാവുകയും അതിനുശേഷം ഈ പദ്ധതിയിലുള്ള ശ്രദ്ധ കുറയുകയും ചെയ്യുകയായിരുന്നു. അതിനാൽ തന്നെ ടോഷ്ക തടാകങ്ങളിലെ വെള്ളവും ചൂടുകൊണ്ട് വറ്റാൻ തുടങ്ങുകയും തടാകത്തിന്റെ വലിപ്പം കുറയാനും ആരംഭിച്ചു. പതിയെ ടോഷ്ക പ്രൊജക്റ്റ് മരിക്കുകയായിരുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിച്ചില്ല. 2014 ശേഷം ഈജിപ്തിലെ പുതിയ സർക്കാർ ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി ഈ പദ്ധതിക്ക് ദേശീയ മുൻഗണന നൽകുകയാണുണ്ടായത്. ഇത്തവണ പഴയ മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈജിപ്ഷ്യൻ ഗവൺമെൻറ് ഒരു പുതിയ പ്ലാനും പുതിയ ടെക്നോളജികളും ഉപയോഗിച്ച് പ്രൊജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിനായി തടാകത്തിൽ നിന്നും പമ്പിംഗ് സ്റ്റേഷനിലൂടെ വെള്ളം കൊണ്ടുപോകാനുള്ള കൂടുതൽ ചാനലുകൾ നിർമ്മിച്ചു. തുടർന്ന് മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ച് ഭൂമി ഫലഭൂയിഷ്ടമാക്കാൻ തുടങ്ങി. കൂടാതെ വെള്ളം കൈകാര്യം ചെയ്യാൻ പിവറ്റ് ഇറിഗേഷൻ പോലുള്ള സ്മാർട്ട് ടെക്നിക്കുകളും ഉപയോഗിക്കുകയായിരുന്നു. മരുഭൂമിയുടെ നടുവിൽ പച്ച നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള രൂപങ്ങൾ ഡ്രോൺ ഷോട്ടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതാണ് പിവറ്റ് ഇറിഗേഷനുകൾ. ഇത് വിളകളുടെ വേരുകളിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതുവഴി വെള്ളം പാഴാകുന്നത് കുറയ്ക്കുന്നു. രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ തന്നെ ഇവിടെ വലിയ തോതിൽ ഗോതമ്പ്, ഈന്തപ്പഴം, മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവ കൃഷി ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചോദ്യമായിരിക്കും, ഇപ്പോൾ ഈ മരുഭൂമിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇന്ന് നിങ്ങൾ ടോഷ്ക പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് മൈലുകളോളം പരന്നു കിടക്കുന്ന മരുഭൂമിയും മറുവശത്ത് ആ മരുഭൂമിയുടെ നടുവിൽ ദശലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷികളുമാണ് കാണാൻ സാധിക്കുക. ഇതുവഴി ഈജിപ്ത് രാജ്യത്തിനാവശ്യമായ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നു. ഒപ്പം ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നു. എന്നാൽ ഓരോ വലിയ പ്രൊജക്റ്റിനൊപ്പവും ചില വലിയ ചോദ്യങ്ങളും ബാക്കിയാകാറുണ്ട്. ഇവിടെയുള്ള ഏറ്റവും വലിയ ചോദ്യം വെള്ളത്തെക്കുറിച്ചാണ്. സത്യത്തിൽ നൈൽ നദിയിലെ വെള്ളം ഈജിപ്തിന് മാത്രം അവകാശപ്പെട്ടതല്ല. സുഡാനും എത്യോപ്യയും പോലുള്ള രാജ്യങ്ങൾക്കും അതിന് അവകാശമുണ്ട്. വെള്ളത്തിന്മേൽ രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിക്കുന്ന ഈ സമയത്ത് മരുഭൂമിയിൽ നൈൽ നദിയിലെ വെള്ളം ഇത്രയും വലിയ തോതിൽ ഉപയോഗിക്കുന്നത് സാമ്പത്തികമായും രാഷ്ട്രീയമായും ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതാണോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു മരുഭൂമി പോലെ ഒരു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ ഈ രീതിയിൽ മാറ്റുന്നത് ദീർഘകാലത്തേക്ക് ശരിയാണോ എന്നും പരിസ്ഥിതി പ്രവർത്തകർ ചോദ്യം ഉയർത്തുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ കാലക്രമേണ ലോകത്തിന് ഉത്തരം ലഭിച്ചേക്കും. ഏതായാലും നിങ്ങൾക്കിതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇന്ത്യയിലും ഇത്തരത്തിൽ തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.